അജയകുമാർ. ഞാൻ ചൂരമല ഹൈസ്കൂളിൽ നിന്ന് 150 മീറ്റർ അകലെയാണ് എൻ്റെ വീട്. എൻ്റെ ഈ ഫ്ലഡ് വന്നതിന് ശേഷം ഞങ്ങളെ ഒരുപാട് സഹോദരങ്ങൾ, അതേമാതിരി തന്നെ എൻ്റെ അനിയൻ്റെ ഭാര്യ ഗീത, അവരമ്മ, അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുക. ഇപ്പം ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇന്ന് രാവിലെയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറിപ്പോയി നോക്കുന്ന സമയത്ത് എൻ്റെ റോഡിന് എൻ്റെ നേരെ മുമ്പിലുള്ളത് ഏട്ടൻ്റെ വീടാണ്. ഞങ്ങൾക്ക് പാർട്ടീഷൻ ചെയ്തു തന്നാണ്. അച്ഛനമ്മയൊക്കെ മരിച്ചുപോയി. അതിൻ്റെ നേരെ ബാക്കിലാണ്. എൻ്റെ വീടിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റെ ഏട്ടൻ്റെ വീട്ടിന് മുമ്പിലാണ് ഈ കല്ലുകളും എല്ലാം കിടക്കുന്നത്. വലിയ വലിയ പാറകൾ വന്ന് കിടക്കുകയാണ്. ഞങ്ങൾ ഈ തറവാട്ടിലാണ് ഇപ്പോൾ ജ്യേഷ്ഠൻ താമസിക്കുന്നത്. 37 വർഷമായി ആ തറവാട് ഉണ്ടാക്കിയിട്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റ് മേഖലയിൽ ജീവിക്കുന്ന ആളുകളാണ്. പ്രോഡമണ്ടും അതേമാതിരി തന്നെ കിട്ടുന്ന പൈസകളൊക്കെ സ്വരൂപിച്ചുകൊണ്ടാണ് വീടുകളൊക്കെ ഉണ്ടാക്കിയത്. ഇന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതിന് സർക്കാർ ഇനിയെങ്കിലും ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ എന്തായാലും അവിടെ കഴിയില്ല. വേറെ എവിടെയെങ്കിലും നല്ലൊരു രീതിയിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സൗകര്യങ്ങൾ എല്ലാം ചെയ്തു തരണമെന്നാണ്. എന്നുവെച്ചാൽ ഞങ്ങളൊക്കെ അത്രയും സഹോദരങ്ങളാണ് ഞങ്ങളെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നും സാധിക്കുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല. കണ്ണിങ്ങനെ അടയ്ക്കണ സമയത്ത് ഞങ്ങൾക്ക് ഈ സൗണ്ടാണ് ഞങ്ങളെ കണ്ണിലും മനസ്സിലും വരുന്നത്. ഉറങ്ങാനേ കഴിയുന്നില്ല. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ വേദനയാണ്, സങ്കടമാണ്. ഉറ്റവരുടവർ മാത്രമല്ല, വീട്, കിടപ്പാടം, ജീവിക്കാനുള്ള ജീവനോപാധി, ആയുഷ്കാലത്തിൻ്റെ സമ്പാദ്യം, ഗൾഫിലൊക്കെ പോയി ഒരുപാട് വർഷങ്ങൾ ഈ ഉറുമ്പ് അരിമണി കൂട്ടി വെക്കുന്നവർ കൂട്ടി നാട്ടിൽ വന്ന് വാങ്ങിയ ഒരു 10 സെൻറ്റോ 20 സെൻറ്റോ വെച്ച വീടോ ഒക്കെ പൊളിഞ്ഞ് ഒന്നുമില്ലാതെ കണ്ണീരണിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് പേരെ കണ്ടു.